സുനിച്ചന്റെ ലൈഫിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞൊരു പാഠമല്ലേ. ഞാനായിട്ട് ഇനി അതെന്നാ മുടക്കാണ്. നമ്മളുടെ പ്രേക്ഷകർക്കും സുനിച്ചനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് അറിയാനുള്ള ഒരു കാര്യമായിരുന്നു, എവിടെയായിരുന്നു ഇത്രയും നാൾ? അത് അങ്ങനെ മാറുന്നതല്ല. ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. അല്ല, എനിക്ക് അതിനുള്ളൊരു അവസരമില്ല. മഞ്ജു ചേച്ചി ഒരുപാട് ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ചേട്ടനെ മാത്രം ഒന്നിലും കാണാനില്ല, സ്നേഹിക്കുന്നവർ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടാണ്. ഞാൻ ഒത്തിരി കമന്റിനകത്തൊക്കെ ഞാനും വായിക്കാറുണ്ട്. ഇപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, നീ ഇവിടെയൊന്നും ഇല്ലേ, ഇന്റർവ്യൂ ഒന്നും കൊടുക്കാത്ത. ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ മ്യൂസിക്കുമായിട്ട് നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിച്ചു പോവുക. എവിടെയായിരുന്നു ഒത്തിരി നാളായി കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അതായത് നമ്മളിപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആൾക്കാർ. എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇപ്പൊ പിരിഞ്ഞാണ് താമസിക്കുന്നത്. 5-10 ദിവസം താമസിക്കുന്ന ട്രിവാൻഡ്രത്ത്. ഞാൻ കോട്ടയത്ത് താമസിക്കുന്നു. ചേട്ടൻ ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റയ്ക്കാണ്. ബാംഗ്ലൂർ നഴ്സിംഗിന് പഠിക്കുന്നു. അവനാണ് ഹോസ്റ്റലിലാണ്. വിഷമം വരുമ്പോ എന്താ ചെയ്യാ ചേട്ടൻ? വിഷമം വരുമ്പോൾ ഞാൻ ചട്ടുക എടുത്ത് ഇച്ചിരി പപ്പടം വാർക്കുന്നു പറഞ്ഞു. എല്ലാവർക്കും സുനിച്ചൻ 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 എൻ്റെ പേര് സുനിൽ ബെർണാഡ് എന്നാണ്. കല്യാണം കഴിക്കുമ്പം മഞ്ജു ഇട്ട പേരാണ് സുനിച്ചന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. പിന്നെ അതെല്ലാരും പിന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാരും സ്വന്തം സുനിച്ചനായി മാറിയല്ലേ? സുനിച്ചനായി. അതുപോലെ മകന്റെ പേര് ബെർണാഡ് എന്നായോണ്ട് പിന്നെ അവനെ വീട്ടിൽ ബെർണാച്ചൻ എന്നാ വിളിക്കുന്നത്. പിന്നെ ആരും അങ്ങനെ കേട്ടിട്ടില്ലാത്ത പേരാ. ഇപ്പോഴും മോന്റെ പേര് ബെർണാച്ചൻ ബെർണാച്ചനാണെന്ന് ആർക്കും അറിയില്ല. ബെർണാച്ചൻ എന്നൊരു പേരാ. അതെങ്ങും വേറെ എങ്ങും കേട്ടിട്ടില്ല. ബാംഗ്ലൂർ പോയിട്ട് ഇനി മകനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും എങ്ങനെയാണ്? നമ്മളിപ്പോ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ അവരതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. കോമഡി ഭയങ്കരമായിട്ട് പറയുകയും ചെയ്യണോ. നല്ല കോമഡി സെൻസ്. അയ്യോ, സാധി കോമഡി സെൻസാ ഭയങ്കര. എപ്പോഴെങ്കിലും ലൈഫിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഇതൊന്നും വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അങ്ങനൊന്നുമില്ല. അതൊക്കെ ചുമ്മാ തോന്നലല്ലേ. ദുബായിൽ പോയതിനു ശേഷം ഉണ്ടായ മാറ്റം എന്താ ചേട്ടന്? ബ്ലോക്ക് ഉണ്ടായി എന്നുള്ളതല്ലാതെ വേറെ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. അത് സുദീപേട്ടൻ്റെ ഒരു ഗാനമേളക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു നെഞ്ച് ശ്വാസം മുട്ടൽ പോലെ ഒരു ഗ്യാസ് കയറുന്ന പോലെ ഉണ്ടായിട്ട് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഞങ്ങളെയൊക്കെ അറിയാവുന്ന ഡോക്ടറാണ്. എനിക്ക് എന്നൊരു സാറേ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാസിൻ്റെ ആണെന്ന് തോന്നുന്നു പറഞ്ഞു. ആയിരിക്കാൻ പറഞ്ഞു. പുള്ളി ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പരിപാടിയുടെ ഇങ്ങനെ നിൽക്കുകയല്ലേ, കാല് പിടിച്ച് പറഞ്ഞു ഞങ്ങൾ ഇന്ന് വിട്ടിട്ട് ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞു. പുള്ളി എടുത്ത് വായിക്കോട്ടെ, നീ ജീവനോടെ ഉണ്ടെങ്കിൽ അല്ലടാ നാളെ പരിപാടിക്ക് വായിക്കത്തുള്ളൂ. അയ്യോ, ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കിളി പോയി. മൊത്തത്തിലുള്ള ആർട്ടിസ്റ്റുകളെക്കാളും കൂടുതൽ ഫാൻസ് സുനിച്ചനാണ് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ആൾക്കാർ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പാടിയെന്നും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് കമന്റ് അടിച്ചിട്ടുണ്ടേ, സുനിച്ചിന് ഇങ്ങനെ പാടുമോ എന്നൊക്കെ ചോദിച്ചു. ചേച്ചിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പാടുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അത് ഞാനല്ലെന്ന് പറയാൻ വേണ്ടി ഞാൻ സത്യം പറയാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാനല്ല, എനിക്കങ്ങനെ പാടില്ല. ഇപ്പോൾ വെറുതെ അല്ല ഭാര്യ. അതിനുശേഷം ചേട്ടനെ ബ്ലാക്കീസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചേട്ടനെ ഫാമിലിയും വീണ്ടും കണ്ടു തുടങ്ങിയത്. അത്രയും ബ്ലാക്കീസ് എന്ന് പറഞ്ഞ ചാനല് മഞ്ജുവും സിമിയും കൂടെ തുടങ്ങിയ ചാനൽ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്തു പോകുന്നത്. ഞാൻ എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒരു ടീമുണ്ട് എനിക്ക്. 2014 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് മിസ്സൊക്കെ ഞാൻ ദുബായിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ ചാനൽ നടത്തുവാണല്ലോ. പിന്നെ നമ്മൾ അതിനകത്ത് എന്തോ ഒരു ഓണത്തിന് ഞാൻ അവധിക്ക് വന്ന സമയത്ത് ഓണത്തിന് ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 വർഷം കൂടിയൊക്കെ ഞാൻ വരുന്നത്. ഞാൻ വന്നാലും പുള്ളിക്കാരി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് വന്നിട്ടില്ല. മനഃപൂർവ്വം സോഷ്യൽ മീഡിയ എന്ന് മാറി നിന്നതാണോ ശരിക്കും? അങ്ങനെയുള്ളതല്ല, എനിക്ക് അതിനുള്ളൊരു അവസരമില്ല. നമ്മൾ അത്ര വലിയ സ്റ്റാറൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ ആരും ഇൻ്റർവ്യൂ ചെയ്യാൻ. പിന്നെ പണ്ട് ഞാൻ പറയല്ലേ, ഈ തട്ടിമുട്ടിക്കകത്ത് മഞ്ജുപിള്ള ചേച്ചിയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം നീ വന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് അന്ന് ഡയറക്ടറോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇവനൊരു ചാൻസ് കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ എനിക്ക് ശരിയായില്ല സംഭവം ചെയ്ത്. എനിക്കറിയാം എനിക്ക് എന്നെ കൊണ്ടത് പറ്റത്തില്ലെന്നറിയാം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മൾ ഏറെ സ്നേഹത്തോടെ സുനിച്ചൻ എന്ന് വിളിക്കുന്ന സുനിൽ ബെർണാഡ് ആണ്. ചേട്ടാ സ്വാഗതം. നമസ്കാരം.
ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യൻ റുപ്പി സിനിമയിൽ തിലകൻ ചേട്ടനോട് പൃഥ്വിരാജ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേട്ടനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എവിടെയായിരുന്നു ഇത്രയും നാൾ? ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. ഞാൻ എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്ത് 2014 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് മിസ്സൊക്കെ ഞാനിങ്ങനെ കയറിപ്പോയതാണ്. നാട്ടിലായിരുന്നു എക്കോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? നാട്ടിലായിരുന്നു. നാട്ടിൽ 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം അപ്പം നമുക്ക് പ്രോഗ്രാം ഇല്ലതായി. അപ്പം മെയിൻ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കൊക്കെ പരിപാടിയായപ്പം ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നു. അപ്പോൾ അവിടെ ഏതോ കമ്പോസറുകാരൻ എൻ്റെ ഇല്ല, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പരിപാടിക്ക് വായിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സാൻഡി, ബിന്നിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ നിന്ന്. അങ്ങനെയാണോ ദുബായിക്ക് പോകുന്നത്? അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയി നിന്ന് ഒരു 3 മാസം, വന്ന് 3 മാസം വിസിറ്റ് മിസ്സായി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെ നല്ലൊരു കളവായി. ഇപ്പം നല്ല ഈവൻറ്റിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നുപോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് ഞാനിത് മ്യൂസിക് ഫീൽഡ് കമ്പോസർ വായിക്കുന്നത്. ഞാൻ റിതം പാഡ് ഡ്രം വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ നിന്നു. അങ്ങനെ നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിൻ്റെ ചെറിയൊരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു. വേറൊരു കുപ്പിലോട്ട് ഒഴിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. അപ്പോൾ എത്ര നാളുണ്ടായിരുന്നു ദുബായിൽ? ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് വന്നപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. വർഷത്തിൽ അവിടേക്ക് വരുമായിരുന്നു നാട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഇതാണ് നമ്മുടെ എനിക്കിങ്ങനെ എക്കോസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്തൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയപ്രകാശ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം ഇനി തിരിച്ച് ദുബായിക്ക് പോകണില്ലാന്ന് തീരുമാനിച്ചോ? ഉടനെ പോകാനുള്ളൊരു മൂഡിലല്ല ഇപ്പം. കാര്യം നമ്മുടെ ഹെൽത്തൊക്കെ പ്രശ്നമാകുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ബാച്ചിലറായിട്ടുള്ള ജീവിതമൊക്കെ ആകുമ്പം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് മരുന്നൊക്കെ കഴിച്ച് കറക്റ്റ് പോകണം. അപ്പം അതുകൊണ്ട് ഞാനിപ്പം നാട്ടിലാണ്. അതെ, നമ്മളുടെ പ്രേക്ഷകർക്കും സുനിച്ചൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് അറിയാനുള്ള ഒരു കാര്യമായിരുന്നു, സുനിച്ചൻ എവിടെയായിരുന്നു? കാണാനില്ലല്ലോ, വീഡിയോസ് കാണാനില്ല, എന്തുകൊണ്ട് മാറി നിന്നു എന്നൊരു ചോദ്യം. അത് അങ്ങനെ മാറുന്നതല്ല. ഞാൻ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലാണ് ഞാൻ ആദ്യം മീഡിയ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ ആക്ടിങ്ങിനോട് വലിയ എനിക്ക് അറിയത്തില്ല ആക്ച്വലി. എനിക്ക് ഞാൻ പറയില്ലേ, നമുക്ക് ഇതിനോടാണ് താല്പര്യം. കൊട്ടുക, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിങ്, ഗാനമേള, അങ്ങനത്തെ ഒരു ഫീൽഡിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ആ ഫീൽഡിലോട്ട് തന്നെ തിരഞ്ഞെടുത്ത് തന്നെ. പിന്നെ ആക്ടിങ് എനിക്ക് ഭയങ്കര പേടിയാണ്. അതാണ് പറഞ്ഞത്, പെട്ടെന്നൊരു ആക്ഷനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെ മാറിപ്പോകും മൊത്തത്തിൽ. എനിക്ക് ഭയങ്കര പേടിയാണ്. വെറുതെ അല്ല ഭാര്യ എന്നുള്ളൊരു ഷോയിലൂടെയാണ് സുനിച്ചൻ ആരാണ് എന്നറിഞ്ഞത്, സുനിച്ചൻ ഞങ്ങളൊക്കെ കണ്ടുവന്നതും. അപ്പോൾ ആ ഒരു ഷോയ്ക്ക് ശേഷം ആ ഒരു അത്രയും ഒരു എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഇപ്പോൾ ഓർക്കുമ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാലം എങ്ങനെയായിരുന്നു? അയ്യോ, അത് ഭയങ്കര രസമുള്ളൊരു കാലമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല, സീസൺ 1 കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് സീസൺ 2 പോകണമെന്ന്. എൻ്റെ ഇതല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ഈ ഗാനമേള കളിച്ച് നടക്കുന്ന സമയമായിരുന്നു. ചേട്ടനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആദ്യം? എനിക്ക് എന്നാ കാര്യം, ഞാൻ പറഞ്ഞില്ല, റിയാലിറ്റി ഷോയ്ക്കകത്ത് ഇങ്ങനെ ഭർത്താക്കന്മാരായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കതിനോട് വലിയൊരു ഇതില്ലായിരുന്നു. നമുക്ക് ഭയങ്കര ചമ്മലാണല്ലോ അന്നേ. അപ്പം അങ്ങനെ വൈഫ് ഇങ്ങനെ അതിനെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് എൻട്രി ആകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഷൂട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞൊരു 10 ദിവസം അല്ല ഒരാഴ്ച ഷൂട്ടിനാണ്. അപ്പോൾ 3 ദിവസം ഷൂട്ട്, പിന്നെ അതിനൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര രസമായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ എന്നാൽ ഫാമിലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഓരോരോ സ്റ്റൈലോട്ടൊക്കെ മാറിയ പരിപാടി കഴിഞ്ഞ് പലരും പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞാനിപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു കോൺടാക്ട്സ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെ എല്ലാവരും ഞാൻ വീട്ടിൽ ഇരുന്നേക്ക് ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതൊക്കെ നമ്മൾ ചെയ്തതാണോ, ചില യൂട്യൂബിലൊക്കെ ഇത് കാണുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തതാണല്ലോ. 2013 അപ്പം അത് ഞാൻ പറയില്ല. ഇപ്പം ഞാനിപ്പം എൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഇട്ടിട്ട്
എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നത്, സുനിച്ചൻ എവിടെയായിരുന്നു, പിന്നെ ഒത്തിരി നാളായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു. അതെ, പക്ഷെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ അതുപോലെ ആൾക്കാർ ഇപ്പോഴും അത് മറന്നിട്ടില്ല എന്ന്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. തമാശയല്ല കേട്ടോ, ഞാനത് അവരെല്ലാവരും എവിടെയായിരുന്നു ഒത്തിരി നാളായി കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളിപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആൾക്കാർ, തന്നെ ഭയങ്കരമല്ലേ. ഈ മനഃപൂർവ്വം സോഷ്യൽ മീഡിയ നിന്ന് മാറി നിന്നതാണോ ശരിക്കും? അങ്ങനെയുള്ളതല്ല, എനിക്ക് അതിനുള്ളൊരു അവസരമില്ല. കാരണം വെച്ചാൽ ഞാനിപ്പം ദുബായ് പരിപാടിക്ക് പോയിട്ട് അവിടെ നമ്മൾ ഈവൻ്റ്, നമ്മളിപ്പം എല്ലാ വീക്കെൻഡിലും പ്രോഗ്രാം ഉണ്ട് അവിടെ. അപ്പോൾ അതിനുവേണ്ടി പാട്ടുകൾ പഠിക്കുന്നു, പ്രോഗ്രാമിന് പോകുന്നല്ലാതെ നമ്മളൊരു മീഡിയ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അഭിനയിക്കേണ്ട ആവശ്യം വന്നാൽ മാത്രമല്ല നമുക്ക് മീഡിയയിൽ വരേണ്ട കാര്യമുള്ളൂ. ഞാനങ്ങനെ ആക്ടിങ് എനിക്ക് ഭയങ്കര പേടിയാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ പണ്ട് ഞാൻ പറയില്ലേ, ഈ തട്ടിമുട്ടിക്കകത്ത് മഞ്ജുപിള്ള ചേച്ചിയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം നീ വന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച്, ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് അന്ന് ഡയറക്ടറോട് പറഞ്ഞു ഇവനൊരു ചാൻസ് കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ എനിക്ക് ശരിയായില്ല സംഭവം ചെയ്ത്, എനിക്കറിയാം എനിക്ക് എന്നെ കൊണ്ടത് പറ്റത്തില്ലെന്നറിയാം. അങ്ങനെ ഞാൻ പോയി ഒരു എപ്പിസോഡ് ചെയ്തായിരുന്നു പണ്ട് തട്ടിമുട്ടിക്കകത്ത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമുക്ക് പിന്നെ കിട്ടിയിട്ടുമില്ല, പിന്നെ നമ്മളതിന് ശ്രമിച്ചിട്ടുമില്ല. അതാണ് പിന്നെ മീഡിയ. പിന്നെ ഇനി ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല, കാരണം നമ്മൾ അത്ര വലിയ സ്റ്റാറൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ ആരും ഇൻ്റർവ്യൂ ചെയ്യാൻ, പിന്നെ നമ്മൾ ഈ പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു ബൈറ്റ് ഇട്ടുന്നുള്ളൂ. ഞാൻ പ്രോഗ്രാമിന് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ തുടങ്ങുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു ബൈറ്റ്. കുറേ നാൾക്ക് ചേട്ടനെ കാണാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി പോലെയായിരുന്നു ഒരു സാധനം വന്നത്. ഇതുപോലെ നമ്മുടെ എക്കോസ് ഓർക്കസ്ട്ര എന്നൊരു കാര്യം ചേട്ടൻ അനൗൺസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വീഡിയോ കാണുന്നത് കുറേ നാൾക്ക് ശേഷം ഒരു കംബാക്ക് ആണോ അതിൻ്റെ ചേട്ടൻ? തീർച്ചയായും. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇവിടുന്ന് 2018 നവംബറിലാണ് ഞാനിവിടെ ദുബായിക്ക് പോകുന്നത്. അന്ന് മുതൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നല്ലൊരു ഓർക്കസ്ട്ര. അത് നല്ലൊരു, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കുറേ പാട്ടുകൾ പാടുന്ന നല്ലൊരു ഓർക്കസ്ട്രയും നല്ല കുറേ പാട്ടുകാരും. അതെൻ്റെ ഒരു ഭയങ്കര സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി ഞാൻ പറയില്ല, ഇപ്പോഴും അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഒരു ഓർക്കസ്ട്ര കൊടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു പാട്ട് നമ്മൾ എത്രയോ ട്രൂപ്പുകളിൽ പോയി വായിച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രയോ ട്രൂപ്പിനോട് നമ്മൾ സഹകരിച്ചേക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറയുന്ന പാട്ടുകൾ അവർ പാടത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റും അല്ല അങ്ങനെയുള്ള അവരുടെ ടീമുകളൊന്നും അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് 90s 80s പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടുകൾ പാടുന്ന ഒരു ഓർക്കസ്ട്ര ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിന് എല്ലാവരും ഒത്തുകൂടി ഞങ്ങളൊരു ടീം സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി നമ്മുടെ ചിത്തിപ്പുഴ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് കിട്ടി. അത് ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു. അതിൻ്റെ വീഡിയോ ഒക്കെയാണ് ഞാനിപ്പം അതിൻ്റെ പുറത്ത് പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൈറ്റ് ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു ബൈറ്റ് ഇട്ടതാണ്. അതാണ് ജനങ്ങൾ എല്ലാവരും ഭയങ്കര 1 മില്യന് മേളിലായി അത് വ്യൂസൊക്കെ. ഭയങ്കര സന്തോഷമുണ്ട് അത്. അപ്പോൾ എങ്ങനെയാണ് എക്കോസ് ഓർക്കസ്ട്ര എന്നൊരു പ്ലാനിങ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഐഡിയ വരുന്നത് എങ്ങനെയായിരുന്നു? അല്ല, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 2016 ഞങ്ങളെല്ലാവരും ഒരു ഓർക്കസ്ട്ര ഇങ്ങനെ തുടങ്ങണമെന്നൊരു പ്ലാൻ ചെയ്ത് ആദ്യം. അപ്പോൾ അതിനകത്ത് ഏത് പേരിടണം എന്നൊരു ഭയങ്കര ഒരു ചർച്ചയായിരുന്നു. ഞങ്ങൾ കൂട്ടത്ത് കുറച്ച് കലാകാരന്മാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾ തീരുമാനിച്ചു നല്ലൊരു പേര് വേണം. അപ്പോൾ അങ്ങനെ പേര് ചെയ്തപ്പോഴാണ് പണ്ട് 1981 കോട്ടയത്തൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, എക്കോസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് നടത്തിക്കൊണ്ടിരുന്നത് ബിനോയ് ചാക്കോയും ഷെല്ലി എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു പേരത്, എക്കോസ് എന്ന് പറഞ്ഞ്. അത് കോട്ടയത്ത് നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന ട്രൂപ്പാണത്, നല്ലൊരു പേരുമാണ്. അപ്പോൾ അത് ആക്ച്വലി അത് ഡെഡായി പോയെന്നോർത്ത്, അല്ലെങ്കിൽ ആ ഓർക്കസ്ട്ര ഇല്ലെന്നോർത്തിരുന്നാണ് ഞങ്ങൾ ഈ പേരിട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങ് പ്രോഗ്രാം ചെയ്തു. അപ്പോൾ പ്രോഗ്രാം ചെയ്തു പറഞ്ഞാൽ പെട്ടെന്നൊരു കോള് വന്നു എനിക്ക്. ഞാനിതുപോലെ ഷെല്ലിയാണ് വിളിക്കുന്നത്, ഞങ്ങളുടെ ഓഫീസ് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാനും പേടിച്ചു പോയി. ഇവരുടെയാണ് ഞാൻ പിന്നീട് അറിഞ്ഞായിരുന്നു. ഞാൻ ഓഫീസിൽ ചെന്നപ്പം ഇങ്ങനെ ഷെല്ലി ചേട്ടനുണ്ട്, ബിനോയ് ചേട്ടനുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്കിത് ആരാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പേരുണ്ടെന്ന് അറിയാം. അപ്പം അത് ഓർക്കസ്ട്ര അത് ഇപ്പം ആരും എടുക്കുന്നില്ല, പണ്ടത്തെ ഒരു ഓർക്കസ്ട്രയാണ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങളത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്തോ, നിങ്ങൾ നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് 2016 അങ്ങനെ അവർ നമുക്ക് തന്നതാണ് അത് നിങ്ങൾ നടത്തിക്കോളാൻ പറഞ്ഞു. അതായത് എൻ്റെ ചേട്ടന്മാരൊക്കെ ഫ്രണ്ട്സാണ് അവരൊക്കെ. അപ്പം അങ്ങനെ ഉള്ള സ്നേഹം കൊണ്ട് എനിക്ക് തന്നതാണ് അവർ. അങ്ങനെ അപ്പം ഞാനിത് അപ്പോൾ അത് നമ്മളത് അത്ര ഭംഗിയായിട്ട് നമ്മൾ നോക്കണ്ടേ. ഇന്നത്തെ കാലത്ത് കോട്ടയത്ത് നിന്നും ആർട്ടിസ്റ്റുകളെ കിട്ടത്തില്ലായിരുന്നു. ഇവർ തുടങ്ങിയ സമയത്ത് പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇവർ തുടങ്ങിയത്. അന്ന് എറണാകുളത്ത് തേട്ടിനേടി വായിച്ചുകൊണ്ടിരുന്നത് ജാക്സൺ ചേട്ടനൊക്കെയാണ് വായിക്കുന്നത്, കീബോർഡ് വായിക്കുന്നത്. അന്നൊന്നും കോട്ടയംകാരും അന്ന് ഇവരെ അടുപ്പിക്കത്തില്ല. പക്ഷേ ഇവർ രണ്ടുപേരും പിള്ളേരാണ്.
അങ്ങനെ വായിച്ച് ഇവർ ആർട്ടിസ്റ്റുകളൊക്കെ കൂട്ടി. പിന്നെ കോട്ടയത്തെ നമ്പർ 1 ആയിട്ടുള്ള വയലിൻ ജേക്കബേട്ടൻ മ്യൂസിക് ഡയറക്ടർ, പിന്നെ ബെന്നി ജോൺസൺ, പിന്നെ അങ്ങനെ ഫ്ലൂട്ട് സണ്ണി പാപ്പി, അങ്ങനെ അവരൊക്കെ അതിനകത്ത് വായിച്ചു. ജയ്ക്കോട്ട് സാമൽ ഡ്രം, അങ്ങനെ ഒത്തിരി കലാകാരന്മാർ, കോട്ടയം ആലിസ് ചേച്ചി, കോട്ടയം വില്യംസ് ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേരൊക്കെ അതിനകത്ത് പാടി. അവർ ഭയങ്കര സെറ്റപ്പ് ഉണ്ടായിരുന്നൊരു ഓർക്കസ്ട്രയാണ് ആക്ച്വലി അത്. അതാണിപ്പോൾ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതൊരു ഒട്ടും നമ്മൾ എന്നാ പറയുന്നത്, അവർ അന്ന് നടത്തിയ പോലെ തന്നെ നല്ല വൃത്തിയായിട്ടാണ് നമ്മളിപ്പോഴും അത് നടത്തുന്നത്. അതൊരു സന്തോഷമുണ്ട് എനിക്ക്. ഈ ശരിക്കും പറഞ്ഞാൽ 2016 ഈ ഒരു സംഭവം തുടങ്ങി വെച്ചിട്ട് ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് അതൊന്ന് സക്സസ് ആയി, അങ്ങനെയാണോ? തീർച്ചയായും. ഞാൻ പറയില്ല, അന്ന് നമ്മൾ തുടങ്ങിയ സമയത്ത്, ഞങ്ങൾ 2016 തുടങ്ങിയ സമയത്ത് ഓണത്തിന് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് കുറേ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ അതൊന്ന് സെറ്റായി വന്ന സമയത്താണ് ഈ പ്രളയം വന്നത്. അതോടുകൂടി നമ്മൾ എല്ലാവരും മെയിൻ ടീമിനെയൊക്കെ എല്ലാവരും ബുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് പ്രോഗ്രാം ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും പല പല വഴിക്ക്. അപ്പോൾ ഞാൻ തന്നെ പറയടാ, ഇനി പെട്ടെന്ന് നമുക്കിതൊന്നും ഡെവലപ്പ് ചെയ്ത് വരാൻ വലിയ പാടാണ്. ഇനി ഇപ്പം നമ്മൾ ബുക്ക് ചെയ്ത 3-4 പരിപാടി അവർ പൈസ അഡ്വാൻസ് ഒക്കെ മേടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമ്മളാകെ തളർന്നു പോയി. നമ്മളൊന്നും ഒന്ന് കൈ പിടിച്ച് ഉയർത്താനോ അല്ലെങ്കിൽ ഒന്ന് ബാക്ക് ഒന്നും ചെയ്യാനൊന്നും ആരുമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും പല വഴിക്കായി പോയപ്പോഴാണ് എനിക്കിങ്ങനെ നമ്മുടെ കസിന് ജസ്റ്റിനിങ്ങനെ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബായിക്ക് പോയതാണ്. അപ്പം മുതൽ നമ്മുടെ മനസ്സിൽ ഇതാണ് നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊരു നമ്മുടെ സ്വപ്നമാണത്. ഇപ്പം നിലവിൽ ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എത്ര ആൾക്കാരുണ്ട് മൊത്തത്തിൽ? ഞങ്ങൾ 12 പീസ് ഓർക്കസ്ട്രക്കാരാണ്. 2 കീബോർഡ്, ഒരു ഫ്ലൂട്ട്, 3 ഗിറ്റാറ്, ഡ്രം, പെർക്കഷൻ, 3 തബല. ഇത്രയും പേരാണ്. പിന്നെ 7 സിംഗേഴ്സുണ്ട്. എല്ലാം നല്ല പാട്ടുകാരൊക്കെ. കാരണം വെച്ചാൽ അതൊരു ആരും വേറെ ട്രൂപ്പുകളിലൊന്നും ഇതുവരെ കയറാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ ട്രൂപ്പുകളൊക്കെ പോകുള്ളൂ. ബാക്കി എല്ലാവരും ഫ്രഷ് പീസാണ്. ചേട്ടൻ പാട്ടുകാരനാണോ? അയ്യോ ഇല്ല. ഞാൻ എൻ്റെ ഈ എക്കോസിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എന്നെപ്പോലെ തന്നെ ഇങ്ങനെ കഷണ്ടിയുള്ളൊരു പാട്ടുകാരുണ്ട് ഞങ്ങളുടെ, അഭിലാഷ് എന്ന് പറഞ്ഞ്. പുള്ളിക്കാരൻ പാടിയിട്ട് അതിൻ്റെ ബാക്കിൽ കമൻറ്റ് കാണണം, അയ്യോ സുനിച്ചൻ ഇതുപോലെ പാടുമോ, അയ്യോ സുനിച്ചൻ എന്നാ പാട്ടാണ്. അപ്പം അതിനകത്തൊരു ചേച്ചി ചോദിച്ചിരിക്കുക, സുനിച്ചൻ ഹരിമുരളി ഒന്ന് പാടിയിടണോ, ഞാൻ എവിടെ നിന്നെടുത്ത് പാടാനായത്. സത്യമായിട്ട് ഞാനിങ്ങനെ ഞാനിത് എങ്ങനെ പാടുമെന്നൊക്കെ ആലോചിച്ചു. ഒത്തിരി കമൻറ്റ് ഉണ്ടായിരുന്നു, സുനിച്ചനാണോ പാടി, അയ്യോ ഇയാൾ പാട്ടുകാരനായിരുന്നോ, അങ്ങനെ ഒത്തിരി കമൻറ്റ് ഞാൻ കേട്ടു. അങ്ങനെ വിചാരിച്ചിട്ടാണ് വന്നത്, 2 പാട്ടൊക്കെ പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാൻ കമ്പോസർ വായിക്കുന്നത് മാത്രമല്ല, ഈ പാട്ട് നമ്മൾ മൂളത്ത് പോലും ഇല്ല ഞാൻ. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇതിനകത്ത് തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെ പോകുന്നുണ്ട് ലൈഫ് ഇപ്പോൾ? ലൈഫ് കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു. വൈഫ് ട്രിവാൻഡ്രത്താണ്, പുള്ളിക്കാരി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്തുണ്ട്. മോൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുന്നു. കുഴപ്പമില്ല. ഞാനിപ്പോൾ കോട്ടയത്ത്, ഞാൻ പറയാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ കോട്ടയത്തുണ്ട്. കുഴപ്പമില്ലാതെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മഞ്ജു ചേച്ചി ഒരുപാട് ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനെ മാത്രം ഒന്നിലും കാണാനില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ചേട്ടൻ എന്താ വരാത്തത് എന്നിങ്ങനെ ആൾക്കാർ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കേട്ടാണ്. ഞാൻ ഒത്തിരി കമൻറ്റിനകത്തൊക്കെ ഞാനും വായിക്കാറുണ്ട്. ഞാൻ വായിക്കാറില്ല, ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, നീ ഇവിടെയൊന്നും ഇല്ലേ, ഇതെന്നെ ഒന്ന് ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാത്ത. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരു മീഡിയയിലില്ല. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രൊഫഷൻ അതല്ല. നമ്മൾ മ്യൂസിക്കുമായിട്ട് നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിച്ചു പോവുക. സ്വസ്ഥം സുഖം. ഞാൻ ഇപ്പോൾ കോട്ടയത്തുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണോ ഇപ്പോൾ താമസിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. ഞങ്ങൾ അവിടെ തന്നെയാണ് പ്രാക്ടീസും ഇങ്ങനെ എഡിറ്റിങ്ങും റെക്കോർഡിങ്ങും ചെറിയൊരു സ്റ്റുഡിയോ പോലൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻഗേജ് ആണ് ആക്ച്വലി. ഇപ്പോൾ വെറുതെ അല്ല ഭാര്യ, അതിനുശേഷം ചേട്ടനെ ബ്ലാക്ക് കീസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് വ്ളോഗ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഭയങ്കര വ്യൂവേഴ്സും ആരാധകരൊക്കെ ചേട്ടനും ഫാമിലിക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചേട്ടനെ പിന്നെ ആ വീഡിയോസിൽ കാണാതായി, ഒരു ഫാമിലി ഫങ്ഷൻസിൽ കാണാതായി. അങ്ങനെ കാണാതായി വരുമ്പോഴായിരുന്നു ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു തുടങ്ങിയത്. എന്ത് പറ്റി, നിങ്ങൾ വേർപിരിഞ്ഞോ എന്നൊരു ചോദ്യം ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. ശരിക്കും എല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇല്ല, ബ്ലാക്ക് കിസ് എന്ന് പറഞ്ഞ ചാനൽ മഞ്ജുവും സിമിയും കൂടെ തുടങ്ങിയ ചാനൽ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്ത് പോകുന്നത്, ദുബായിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ ചാനൽ നടത്തുവാണല്ലോ. പിന്നെ നമ്മളതിനകത്ത് എന്തോ ഒരു ഓണത്തിന് ഞാൻ അവധിക്ക് വന്ന സമയത്ത് ഓണത്തിന് ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 വർഷം കൂടിയൊക്കെ ഞാൻ വരുന്നത്. ഞാൻ വന്നാലും പുള്ളിക്കാരി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് വന്നിട്ടില്ല. പണ്ട് ആവശ്യം വന്നിട്ടില്ല, അതായിരിക്കും. പിന്നെ ഞാൻ പറയില്ല, ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ചമ്മലാണ് ഈ മീഡിയക്കകത്ത് വരുന്നതൊക്കെ.
നമ്മളങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു ബൈറ്റ് ഇടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് സംഭവം അത്. വെറുതെ ലഭാരി കഴിഞ്ഞിട്ട് ഞാൻ ആ മീഡിയ വരുന്ന ഫസ്റ്റ് പരിപാടിയാണ്. എക്കോസിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഇപ്പോഴും പ്രേക്ഷകർക്ക് ആ ഒരു ഉത്തരം കൊടുത്തിട്ടില്ല ചേട്ടൻ, നിങ്ങൾ വേർപിരിഞ്ഞോ ഇല്ല, എന്നല്ല. പിരിഞ്ഞിട്ടില്ല. ഞങ്ങൾ ലീഗലി ഇതുവരെ വേറെ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, ഡൈവേഴ്സ് ആയിട്ടില്ല. ഇപ്പൊ പിരിഞ്ഞാണ് താമസിക്കുന്നത്. അവര് ട്രിവാൻഡ്രത്താണ്. മഞ്ജു പത്രോസ് താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ്. ഞാൻ കോട്ടയത്ത് താമസിക്കുന്നു. ബെർണാച്ചൻ ബാംഗ്ലൂർ നേഴ്സിംഗിന് പഠിക്കുന്നു. അവനാണ് ഹോസ്റ്റലിലാണ്. ചേട്ടൻ ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റയ്ക്കാണ്. പറയുമ്പോ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, ബെർണാഡ് എന്ന് പറയുന്നത് ബെർണാച്ചൻ എന്ന് പറയുന്നത് മകനാണ്. മകൻ ഇപ്പൊ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അല്ലേ? ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കുന്നു. അടിപൊളി. ഇപ്പൊ എത്ര വയസ്സുണ്ട് മോന്? അവന് 20 വയസ്സുണ്ട്. 20 വയസ്സിന് ഫസ്റ്റ് ഇയർ കയറിയിട്ടുണ്ടോ അല്ലേ? അപ്പം ബാംഗ്ലൂർ പോയിട്ട് ഇനി മകനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും, അല്ലെ എങ്ങനെയാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാറ്? അവൻ അങ്ങനൊന്നുമില്ല. അവൻ അങ്ങനത്തെ ഒരാളും അല്ല. നമ്മളിപ്പോ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ അവനതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അവനങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ അയ്യോ ഇത് ഒരു സാമട്ട് എല്ലാം ഈസി ആയിട്ട് കാണുന്ന ഒരാളവൻ. ആള് ഈ വ്ളോഗിങ്ങിലേക്കോ ഓൺലൈൻ ചാനൽ മീഡിയയിലേക്കോ എന്നെ പോലെ ഒരു ഷൈ മൂഡാവൻ. അവനങ്ങനെ മുമ്പിൽ അങ്ങനെ ഞാനും കണ്ടിട്ടില്ല. ഇടയ്ക്ക് വന്നാലും ചമ്മലോട് കൂടിയൊക്കെ അവനിരുന്ന് ക്യാമറയുടെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതൊന്നും അവനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അപ്പം നമ്മളിപ്പം ബാംഗ്ലൂർ എന്നാലും എടാ ഞാനിപ്പം അപ്പോൾ ഒന്നുണ്ട് കേട്ടോ മോനെ എവിടെയാണ്, നമുക്ക് ഞാൻ ഇപ്പം വൈകുന്നേരം അങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്ന് പറ്റത്തില്ല അപ്പം ഞാൻ ഇന്ന് ക്ലാസ് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, അപ്പോൾ നാളെ വാ. ഇതാണ്, അല്ലാതെ ഇന്ന് കണ്ടേ പറ്റൂ അങ്ങനൊന്നുമില്ല. അങ്ങനത്തെ ഒരാളവൻ. അതൊരു കണക്കിന് നന്നായി, ഒരു കണക്കിന് അങ്ങനത്തെ ഒരു മോനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. വേറെ കാര്യങ്ങൾ അയ്യോ ഒന്നുമില്ല, ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ പഴയ എൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്, അവൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എൻ്റെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ കുറേ കോമഡി. അവനൊരു കോമഡി ഭയങ്കരമായിട്ട് പറയുകയും ചെയ്യട്ടോ. നല്ല കോമഡി സെൻസ്. അയ്യോ സാധ്യ കോമഡി സെൻസാ ഭയങ്കര. പാട്ട് പാടാൻ എന്തെങ്കിലും പാട്ടൊക്കെ അവനങ്ങനെ കൂട്ടും, ചെറുതായിട്ട് കൂട്ടും. അവന് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യം ഉണ്ടെന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞ ഇടയ്ക്കിടയ്ക്കൊക്കെ. അത്രേ ഉള്ളൂ. അവന് അളിയൻസിനകത്ത് എന്തോ ഒരു എപ്പിസോഡിനകത്ത് അവൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈവൻ നിങ്ങൾ ഇപ്പൊ ചേട്ടൻ ബാംഗ്ലൂരിൽ പോയി മോനെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറ്? അങ്ങനെ അവന് അവിടുന്ന് അങ്ങോട്ട് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അവര് ഹോസ്റ്റലിൽ അവരങ്ങനെ വിടത്തില്ല. ഇപ്പൊ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് അവരെ ഒട്ടും വിടത്തില്ല. പിന്നെ ചെന്ന് അവനുമായിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങും, എവിടെയും പോയി ഫുഡ് കഴിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ. പിന്നെ അവധിക്ക് വരുമ്പോൾ വിളിക്കാറുണ്ട്. എറണാകുളത്ത് പോകും, ഒരുമിച്ച് പോയി മൂവിയൊക്കെ കണ്ട് കറക്കിയിട്ട് ഞാനിങ്ങനെ പോരും, കോട്ടത്തിന് പോരും. അപ്പം നാട്ടില് മോൻ മഞ്ജു ചേച്ചിന്റെ കൂടെയാണോ താമസിക്കുന്നത്? മഞ്ജുവിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ചേട്ടനിപ്പം അഭിനയം എന്തെന്നറിയാതെ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും അറിയാതെ വന്ന് നിന്ന ഒരാളായിരുന്നു ചേട്ടൻ. അന്ന് ഉണ്ടായിരുന്ന ഒരു ലൈഫ് ചേഞ്ച് എന്തായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഉണ്ടായ ഒരു മാറ്റം എന്തായിരുന്നു ചേട്ടന് പെട്ടെന്ന് എങ്ങനെ വന്നപ്പോ? പറഞ്ഞാല് ആദ്യമായിട്ടൊക്കെ നമ്മൾ ഈ ക്യാമറ മുമ്പിൽ വരുന്നത് വെറുതെ എല്ലാ ഭാര്യയല്ല. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര പേടിയും ചമ്മലൊക്കെ ആയിരുന്നു. അത് പിന്നെ നമ്മളവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഗ്യാങ്ങൊക്കെ പെട്ട് ഒരു 10-16 ഫാമിലി ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ അവരൊക്കെ ആയിട്ട് ഒരു മത്സരത്തിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ ആയപ്പോൾ നമ്മൾ ആക്ച്വലി പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളെ വന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഫോട്ടോ എടുക്കുക. അല്ല നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ഒരു സെലിബ്രിറ്റി ആകുക എന്ന് പറഞ്ഞതേ പെട്ടെന്ന് ഒരു ഗാനമേളയ്ക്ക് കമ്പോസർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പെട്ടെന്നൊരു സെലിബ്രിറ്റി ആകുക, അത് ഭയങ്കര സംഭവമായിരുന്നു. പ്രതീക്ഷിക്കാതെ ഇപ്പോഴും നമ്മൾ ഇടയ്ക്ക് ഈയിടെയൊക്കെ പ്രോഗ്രാമൊക്കെ ചെല്ലുമ്പം ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ സുനിച്ചനാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. എപ്പോഴെങ്കിലും ലൈഫിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, വേണ്ടായിരുന്നു അന്ന് ഇതൊന്നും വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അങ്ങനൊന്നുമില്ല, അതൊക്കെ ചുമ്മാ തോന്നലല്ലേ. ഈ ആരാ ഇങ്ങനെ ഇഷ്ടപ്പെടാത്തത്? നമ്മളൊരു പരിപാടിക്ക് പോയിട്ട് നമ്മളെല്ലാവരും അറിയപ്പെടുന്നു, ആൾക്കാരെല്ലാം നമ്മളെ കാണുന്നു. ഒരു സാധാരണ ഒരാൾ പുറത്തിറങ്ങുമ്പോൾ ഒരാൾ വന്ന് സെൽഫി എടുക്കാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ആ പരിപാടി നമ്മൾ ഫൈനൽ വരെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഔട്ടാവുമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പോയത്. ഫൈനൽ വരെ എത്തി, ആൾക്കാരെല്ലാം അറിഞ്ഞു. അതൊക്കെ വലിയ കാര്യം. അത് നമുക്ക് ദുബായ് ചെന്നിട്ടാണെങ്കിലും നമ്മളെ പരിപാടിക്കൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഒത്തിരി ഫാമിലി വന്ന് വിളിക്കുകയും ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അത് ഭയങ്കര അനുഭവം തന്നെയാണ്. ഈ ദുബായിൽ പോയതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താ ചേട്ടന്? നാട്ടിൽ നിന്നും ദുബായിൽ നിന്നും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറയാൻ എന്ത് മാറ്റം?
ബ്ലോക്ക് ഉണ്ടായി എന്നുള്ളതല്ലാതെ വേറെ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. അത് തന്നെ വലിയൊരു മാറ്റം അത് അതല്ലേ. വലിയൊരു മാറ്റമായിരുന്നു. അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. അത് സുദീപേട്ടൻ്റെ ഒരു ഗാനമേളയ്ക്ക് ഞാനും ശാന്തിയും കൂടെ കുറേ പാട്ടുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ സുദീപേട്ടൻ്റെ ഗാനമേളയ്ക്ക് ഞാൻ അവിടെ വായിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും അത്യാവശ്യം പ്രോഗ്രാമൊക്കെ വരുമ്പോൾ നമ്മൾ പോകുന്നത്. അത് ഞങ്ങൾ ഭയങ്കര പ്ലാൻഡായി പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ശ്വാസം മുട്ടൽ പോലെ ഒരു ഗ്യാസ് കയറുന്ന പോലെ ഉണ്ടായിട്ട് അപ്പം ഞങ്ങൾക്ക് പരിപാടിക്ക് കുട്ടിയല്ലേ പറ്റും. അപ്പോൾ തലേദിവസം രാവിലെ സുദീപേട്ടൻ വിളിച്ച് പറഞ്ഞു രാവിലെ 8 മണിക്ക് പുള്ളി അബുദാബി വരും. 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ പ്രാക്ടീസ്, 10 മണിക്ക് പുള്ളിക്ക് എൻ്റെ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ 1 മണിക്കൂർ പുള്ളിക്ക് റെസ്റ്റ് എടുത്തൊക്കെ പരിപാടിക്ക് പോകാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തലേദിവസം അബുദാബിക്ക് പോവുക. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കൊരു പെട്ടെന്നൊരു പിടുത്തമൊക്കെ ഉണ്ടായിട്ട് നടക്കാൻ വരാം എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു സാൻഡിയോട് രക്ഷയില്ലല്ലോടാണ്. അപ്പോൾ സാൻഡി പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്, നമുക്ക് അവിടെ നമ്മൾ എന്നും ഈ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് ഷുഗറൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ പോകുന്നൊരു ക്ലിനിക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഞങ്ങളൊക്കെ അറിയാവുന്ന ഡോക്ടറാണ്. എനിക്ക് എന്നൊരു ഞാൻ സാറേ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാസിൻ്റെ ആണെന്ന് തോന്നുന്നു പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞു. പുള്ളി ടെസ്റ്റ് ചെയ്ത് പുള്ളി ഇതൊക്കെ നോക്കിയിട്ട് ബ്ലഡ് ഒന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു ചേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു കാര്യം ചെയ്യും, ഞാനൊരു ദുബായിൽ ഞാനൊരു ഹോസ്പിറ്റലിലോട്ട് കാണിക്കാം, അവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഈ പരിപാടിയുടെ ഇങ്ങനെ നിൽക്കുകയല്ലേ, പ്രാക്ടീസിന് ചെല്ലണം. അപ്പം സാൻഡി ഞാനും പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും നാളെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അബുദാബി പോയിട്ട് ഞങ്ങൾ നാളെ രാവിലെ വന്ന് പരിപാടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുമല്ലോ, വൈകുന്നേരം വന്നിട്ട് ഞങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് പുള്ളി ഒന്നും പറഞ്ഞില്ല. പുള്ളി ഞങ്ങളുടെ മുഖത്ത് നോക്കി മസ്റ്റായിട്ട് പോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പുള്ളി വളരെ ഈസി ആയിട്ട് പോകണം കേട്ടോ എന്നൊക്കെ പറയാൻ ഞങ്ങൾ ഡോക്ടറെ കാല് പിടിച്ച് പറഞ്ഞു ഞങ്ങൾ ഇന്ന് വിട്ടിട്ട് ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞു. പുള്ളി എടുത്ത് വായിക്കോട്ടെ, നീ ജീവനോടെ ഉണ്ടെങ്കിൽ അല്ലടാ നാളെ പരിപാടിക്ക് വായിക്കത്തുള്ളൂ. അയ്യോ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കിളി പോയി. അപ്പം തന്നെ സാൻഡി പറഞ്ഞു ഒട്ടാക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. പൊന്നെ ഹോസ്പിറ്റലിൽ ചെന്നുണ്ട് പ്രപഞ്ചം. എൻ്റെ പൊന്നെ വരണ്ട് പോയി ഞാൻ. പിന്നെ വായിക്കാൻ പറ്റില്ല. അന്ന് വൈകിട്ട് തന്നെ നേരെ തിരിച്ചിങ്ങ് പോകുന്നു. ഇവിടെ വന്നിറങ്ങി നേരെ ഭാരത് ഹോസ്പിറ്റലിലോട്ട് കയറി. വായിക്കാൻ പറ്റില്ല. അയ്യോ അത് ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ സുധീപേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ല അടുത്ത പരിപാടിക്ക് നമുക്ക് കാണാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കയറി പോന്നു. ഇവിടെ വന്ന് ഒരു മാസം ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയി. പിന്നെ നമ്മൾ ചെറിയ പരിപാടിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ ശേഷം സുധീപേട്ടൻ വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വീണ്ടും ദുബായ്ക്ക് ഒരു പരിപാടിക്ക് ജോൺസൺ മാഷിൻ്റെ ഒരു തൂമാനത്തുമ്പികൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിനകത്ത് വായിച്ചു. അത് ഞാൻ തിരിച്ചിങ്ങ് പോന്നു. പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഇവിടെ തന്നെയാണ് ഇപ്പം എല്ലാ പരിപാടിയും. പിന്നെ കോഴ്സും സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം ഇങ്ങനെ പോകുന്നു. ഇനിയും ഇതുപോലൊരു കോള് ദുബായിൽ നിന്ന് വന്നാൽ ചേട്ടൻ തിരിച്ച് പോവോ? തിരിച്ച് സ്ഥിരമായിട്ട് നിൽക്കാൻ ഇനി പോകത്തില്ല. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ഹെൽത്തൊക്കെ പ്രശ്നമായില്ലേ, നമ്മൾ മരുന്ന് കറക്റ്റ് കഴിക്കണം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഇനി ഇവിടെ നിൽക്കുന്നതാണ് സേഫ്. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോയിട്ട് തിരിച്ച് വരും. വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും, പോയിട്ട് തിരിച്ചിങ്ങി പോരും. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ചേട്ടൻ്റെ ഇപ്പം ട്രൂപ്പിൽ ഒരുപാട് കലാകാരന്മാർ അത്രയും എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. പുതിയ ആൾക്കാരെ എടുക്കുമോ? പിന്നെ നമ്മൾ ഇപ്പം ഞാൻ പറയില്ലേ, ഇപ്പം എൻ്റെ ഇപ്പം കൂടെ വായിക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മുതലേ പണ്ടത്തെ കോട്ടയത്ത് മംഗള ഓർക്കസ്ട്രയിലുള്ള കലാകാരന്മാരുണ്ട്, MGM വായിച്ച കലാകാരന്മാരുണ്ട്, ദിനേശ് ഏട്ടൻ, വിനോദ് ഏട്ടൻ, അകേട്ടൻ, പിന്നെ സരികയിലൊക്കെ വായിച്ച ദിലീപ് ഏട്ടനുണ്ട്. അങ്ങനെ ഒത്തിരി സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ എൻ്റെ ഏജുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, എന്നെക്കാട്ടും ചെറുപ്പമായ കലാകാരന്മാരുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം പക്ഷേ പിള്ളേർ +2 പഠിക്കുന്ന കൊച്ചാണ് ഇപ്പോൾ പാട്ടൊക്കെ പാടുന്നത്, അപൂർവ എന്ന് പറഞ്ഞ സിംഗർ. പിന്നെ 4-ൽ 5-ൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്, ഇസബെല്ല, ആലിപ്പഴം പെറുക്കൊക്കെ പാടുന്നുണ്ട്. പിന്നെ ഐഡിയ സ്റ്റാർസിലുള്ള അഭിലാഷുണ്ട്. പിന്നെ പണ്ട് MGM പാടിയ ഒരു എൽസയുണ്ട്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ നല്ല ഉള്ളവരും ഉണ്ട്, സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കൂടെ നമ്മൾ ഒരുപോലെ. പക്ഷെ കേട്ട കേൾവി മൊത്തത്തിലുള്ള ആർട്ടിസ്റ്റുകളെക്കാളും കൂടുതൽ ഫാൻസ് സുനിച്ചനാണ് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരുപാട് ആന്റീസ് ഫാൻസോ ഈ റിയാലിറ്റി ഷോയ്ക്കകത്ത് പങ്കെടുത്തുകൊണ്ട് ആൾക്കാർ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പാടിയെന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് കമൻ്റ് അടിച്ചിട്ടുണ്ടേ, സുനിച്ചിന് ഇങ്ങനെ പാടുമോ എന്നൊക്കെ ചോദിച്ചു, ചേച്ചിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പാടുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അത് ഞാനല്ലെന്ന് പറയാൻ വേണ്ടി ഞാൻ സത്യം പറയാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാനല്ല, എനിക്കങ്ങനെ പാടില്ല. ഫാൻസിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നേ?
അല്ല അവരെ എന്നെ ഹാൻഡിൽ ചെയ്യാൻ അവർക്കൊക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടമല്ലേ. അവർക്കൊക്കെ നമ്മൾ എന്നെ വളരണമെന്നും നമ്മൾ നന്നായി പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരെല്ലാവരും. പിന്നെ അതുമല്ല നമ്മൾ ഇതുവരെ നമ്മൾ അവരോട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു കാര്യത്തിനും. നമ്മൾ ഇത്ര പറഞ്ഞുള്ളൂ, നമ്മളോടൊന്ന് സഹകരിക്കണം, എന്നെ വളർത്തണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടി നിങ്ങളെല്ലാം വന്ന് കേൾക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് പരിപാടി തരണം, അത്ര മാത്രമേ ഉള്ളൂ നമുക്ക്. ഈ ഒരു എക്കോസ് ഓർക്കസ്ട്ര തുടങ്ങിയ സമയത്ത് ബർണാച്ചൻ എന്നാ പറഞ്ഞു കണ്ടിട്ട്? പിന്നെ ആശ്വസിച്ചില്ല, പണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു, അല്ലാതെ അവര് പ്രത്യേകിച്ചൊന്നുമില്ല. കുഴപ്പമില്ല, കൊള്ളാം, അത്ര അല്ലാതെ നല്ല സംഭവമൊന്നുമില്ല. അയ്യോ അത്ര ഉള്ളല്ല, വേറെ ഒന്നുമില്ല. അവൻ ഇംഗ്ലീഷ് മൂവി അതൊക്കെ അതിനകത്തൊക്കെ ആരെങ്കിലും, ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് നമ്മുടെ ഈ ബ്ലാക്ക് പാന്തറിനകത്ത് നടൻ മരിച്ചിട്ട് അവൻ കരഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ദുബായിലോട്ട്. സീരിയസ്ലി, അത് സത്യമായിട്ട് ഞാനങ്ങനെ ആലോചിച്ച് പോയപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോ ഞാനും ആലോചിച്ചത് പറഞ്ഞു, ഭയങ്കര സങ്കടമായിരുന്നു. അതൊക്കെ വലിയ കാര്യമാണ് പുള്ളിക്ക്. പുള്ളി അങ്ങനത്തെ ഒക്കെ സംഭവം. അല്ലാതെ ഇതുപോലെ എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോയിട്ട് എന്തെങ്കിലും ഓർക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും മൂമെന്റ് ലൈഫിൽ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഓർത്ത് ചിരിക്കാറുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഓർത്ത് വെക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ ഒരു സംഭവം, ഒരു കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഗാനമേളയ്ക്ക് പോയതിൻ്റെ, അതായത് പണ്ട് ഈ ക്ലബ്ബൊക്കെ ഈ ഓണാഘോഷമൊക്കെ ആകുമ്പോൾ ഈ ക്ലബ്ബുകാർ തമ്മിൽ ഭയങ്കര വഴക്കായിരിക്കും. രണ്ട് ചേരിയായിരിക്കും ഇവർ എപ്പോഴും. ഈ ഓണത്തിനും അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ ആയിരിക്കും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ക്ലബ്ബിൽ ഒരു പരിപാടിക്ക് പോയിട്ട് അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഒരു കാരണവശാലും, അപ്പം അന്നൊക്കെ ഈ ഒരു വണ്ടിക്കകത്തൊക്കെയാണ് പോകുന്നത്, കൂട്ടത്തൊക്കെ ആണെങ്കിലും ചെറിയൊരു പഴയ വാഹനക്കകത്തൊക്കെ പോകുന്നത്. അപ്പം പാട്ട് പാടുന്ന പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ അവർ അപ്പന്മാരായിട്ട് കടുവാക്കുളത്തേണ്ടാന്ന് തോന്നുന്നു പരിപാടി, ഞാൻ പറഞ്ഞു കേട്ടില്ല, ഓർക്കുന്ന അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഈ ഓട്ടോക്കകത്തൊക്കെ വരത്തുള്ളൂ അവർ, അപ്പം കൂടെ ഉണ്ടാവും. അപ്പം ഈ ഒരു 5-6 പേര് ഈ വാഹനത്തോ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞ് കമ്മിറ്റി ഓഫീസിൽ കയറിയിരുന്നു, എപ്പം വെള്ളം അടി ഉണ്ടാവും. അപ്പം ചെല്ലുമ്പോൾ തന്നെ കാണാം പാത്രങ്ങളൊക്കെ അവിടെ കുപ്പിയൊക്കെ പൊട്ടി, കടകളിലൊക്കെ ഇങ്ങനെ കീറിയൊക്കെ, അവിടെ മൊത്തത്തിലൊരു അലമ്പ് അടിയൊക്കെ നടന്ന ഒരു സ്ഥലം പോലെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് കമ്മിറ്റി ഓഫീസിൽ കയറി ഇരുന്നാൽ മതി, ഫുഡൊക്കെ ഇവിടെ വരുമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു, അനങ്ങരുത്, പുറത്തിറങ്ങരുത്, എപ്പം വെള്ളം അടി ഉണ്ടാകുമെന്നും പറഞ്ഞൊരു ഭീകര അന്തരീക്ഷം നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഇവർ ഈ 8-10 പേര് ഇങ്ങനെ ഈ കമ്മിറ്റിക്ക് ഓഫീസിൽ നിൽക്കുന്ന കമ്മിറ്റിക്കാർ 1-2 പേര് പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഒരു പയ്യൻ വന്ന്, ഒരു പയ്യൻ മുണ്ട കൊടുത്തൊരു പയ്യനൊക്കെ ഗാനക്കാർ ആരാടാന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വാ കുഞ്ഞുണ്ടേന്ന് ചോദിച്ചു, കഴിക്കണ്ടേന്ന് വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇവരിങ്ങനെ രാത്രി പോവല്ലേ, അപ്പോൾ ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പയ്യൻ നടക്കുന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ വീഡിയോ അടിച്ചിങ്ങനെ നടക്കുന്നു, പോകുന്നു. കൊച്ചു പയ്യനാണ്, മുണ്ട കൊടുത്ത് പോവുക. അപ്പോൾ അവിടുന്ന് ഈ ഒരു വഴി ഇങ്ങനെ പാലം പോലെ പോകുമ്പോൾ അവിടുന്ന് ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് രാത്രി, ടോർച്ചൊക്കെ ആയിട്ടൊക്കെ, അന്നൊക്കെ ടോർച്ചൊക്കെ അല്ലേ. അപ്പോൾ എപ്പം വേണമെങ്കിലും അടി ഉണ്ടാവും, ആ ഒരു മൂടി നിൽക്കുക, എല്ലാവരും ശ്രദ്ധിച്ചാണ് നടക്കുന്നതൊക്കെ. ഈ ആൾക്കാരിങ്ങനെ നടന്ന് വരികയും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഒറ്റ അടിയായിരുന്നു, ടപ്പെന്ന് അടിക്കുകയും ഓർക്കസ്ട്രക്കാർ ഒരു സൈഡ് വഴി അങ്ങ് ഓടി, അവരെല്ലാം മൊത്തത്തിൽ ഓട്ടമായിരുന്നു. ഇവരെല്ലാം ഓടി ടൗണിൽ വന്ന് അണച്ചു കുത്തി നിൽക്കുക, എല്ലാവരും രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അതിൻ്റെ പിറ്റേ ദിവസം ഈ കമ്മിറ്റിക്കാർ തിരക്കി വന്ന്, നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചു, നിങ്ങൾ എന്നാ കാണണക്ക് വായിക്കാറ്, നിങ്ങൾ എന്നാ ഓടിയെന്ന് ചോദിച്ചു. അല്ല അവിടെ അടി ഉണ്ടായില്ലെന്ന് ചോദിച്ചു. എടാ ആ പയ്യൻ സിഗരറ്റ് വരച്ചിട്ട് അവൻ്റെ ചേട്ടൻ അടിച്ചതാണ്. അല്ല അതൊരു കഥ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അത് അപാര കോമഡി, ഞാൻ എപ്പോഴും ഓർത്ത് അത് ചിരിക്കേണ്ട ഒരു കഥയാണ്. അങ്ങനെ ഒത്തിരി കഥകളുണ്ടെന്ന്. ഈ ഗാനമേളയ്ക്ക് പോകുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഈ പരിപാടിക്ക് ചെല്ലുമ്പോൾ സൗണ്ട് കയറ്റാൻ വേണ്ടി സമയമാണ്. അന്നത്തെ കാലത്തൊക്കെ വണ്ടി മേളിൽ സൗണ്ട് കയറ്റണം. ആ സമയത്തൊക്കെ ഈ 10-12 ഇപ്പോഴല്ലേ ഈ വാട്സപ്പ് കോമഡി ആയത്, അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൊക്കെ വിടുന്നു വിറ്റ് പറയുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല. ഇപ്പോൾ ഒരു കഥ പറഞ്ഞാൽ പോലും ഒരാളോടൊരു നമ്മളൊരു കോമഡി പറഞ്ഞാൽ പോലും അവൻ ശ്രദ്ധിക്കത്തില്ല, അവൻ എപ്പോഴും ഫോണിലായിരിക്കും. അന്നെന്ന് പറയുമെങ്കിൽ ആർക്കും ഫോണില്ല, എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു അറ്റത്തുനിന്ന് ആരെങ്കിലും ഒരു കോമഡി പറയും, അവിടെ നിന്ന് അങ്ങ് ചിരിച്ചിരിച്ച് ഇങ്ങനെ എല്ലാവരും പരസ്പരം പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു അന്നൊക്കെ. ഇപ്പം പിന്നെ എല്ലാവരും വാട്സപ്പ്, എപ്പോഴും ഫോണിൽ, നമുക്കൊരു കാര്യം ഒരാളോട് പറയാൻ പറ്റത്തില്ല, അവൻ്റെ കണ്ണി നോക്കത്തില്ലല്ലോ, നമ്മുടെ ഫോണിലായിരിക്കും. അങ്ങനെ ഒരുപാട് കോമഡി ഉണ്ട് ഗാനമേളയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഗാനമേളയ്ക്ക്, ടെൻഷനൊന്നുമില്ല. ഇപ്പം അത്രയും കൂടെ ഇല്ല, ഇപ്പം ഒരു ടെൻഷനില്ല. കമ്മിറ്റിക്കാരൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്സൊക്കെ ആയിരിക്കും. അവർ നല്ല അതുപോലെ കലാകാരന്മാരെയൊക്കെ അവർ ഫുഡ് കൊടുക്കാനും ഒക്കെ ഭയങ്കര സഹകരണമൊക്കെയാണ്. അതുപോലെ ഞാൻ സുനിച്ചൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചു വെച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും സുനിച്ചൻ സുനിച്ചൻ സുനിച്ചൻ,
ഈ ഒരു പേരാണ് നമ്മൾ കേട്ട് പരിചയമുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന സുനിച്ചൻ എന്നാണ്. ശരിക്കുള്ള പേര് സുനിൽ ബെർണാഡ് എൻ്റെ എന്നാണ്. പേര് സുനിൽ ബെർണാഡ് എന്നാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബെർണാഡ് എന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അന്ന് ഈ പേര് ഭയങ്കര ഇതാ, ബെർണാഡ്. അപ്പം അങ്ങനെ ബെർണാഡ് എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുമ്പം മഞ്ജു ഇട്ട പേരാണ് സുനിച്ചൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. പിന്നെ അതെല്ലാവരും പിന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എല്ലാവരും സ്വന്തം സുനിച്ചനായി മാറി അല്ലേ. സുനിച്ചനായി. അതുപോലെ മകന്റെ പേര് അതെന്റെ ഫാദറിന്റെ പേരാ, ബെർണാഡ് എന്നാ അവനെ ഇട്ടേക്കുന്ന പേര്, ബെർണാഡ് എന്നാ. അപ്പം ബെർണാച്ചൻ എന്നാണ്. ബെർണാഡ് എന്ന് മാത്രമാണോ? അവന്റെ പേര് എഡ് ബെർണാഡ്, എഡ് ബെർണാഡ് എന്നാണ്. അപ്പൊ അവൻ ചാച്ചന്റെ പേര് ബെർണാഡ് എന്നായോണ്ട് പിന്നെ അവനെ വീട്ടിൽ ബെർണാച്ചൻ എന്നാ വിളിക്കുന്നത്. പിന്നെ ആരും അങ്ങനെ കേട്ടിട്ടില്ലാത്ത പേരാ. ആരും കേട്ടിട്ടില്ല. അതെ അതെ, ഇപ്പോഴും മോന്റെ പേര് ബെർണാച്ചൻ എഡ് ബെർണാച്ചൻ ആണെന്ന് ആർക്കും അറിയില്ല. ബെർണാച്ചൻ എന്നൊരു പേരാ, അതെങ്ങും വേറെ എങ്ങും കേട്ടിട്ടില്ല അത്. അതുപോലെ ചേട്ടാ, പിന്നെ ചേട്ടൻ്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാവരും പറയുന്നതല്ലേ. ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന പാഠം തന്നെ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറയുന്നൊരു പാഠമല്ലേ. ഞാനായിട്ട് ഇനി അതെന്നാ മുടക്കാനാ? അതന്നെയാണോ? അതല്ല, എന്ത് പാഠമാണ് ഞാൻ പറയുന്നത്? അതിന് മാത്രം പറയാൻ മാത്രമുള്ളൊരു സംഭവമൊന്നും എനിക്കില്ല. ഈ ശരിക്കും സത്യമുള്ള കാര്യമാണോ ആരെയും വിശ്വസിക്കരുത്, അമിതമായി ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത്? ചേട്ടനത് ലൈഫിൽ എത്രത്തോളം ഇതായിട്ടുണ്ട്? വിശ്വസിക്കുന്ന കാര്യത്തിലൊന്നും അല്ലെന്നേ. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു, അവർ നമ്മളെ വിശ്വസിക്കുന്നു, നമുക്ക് വിശ്വാസമാകണം. അതാണല്ലോ മെയിൻ. അതെ അതെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഓക്കെയാണ്. തിരിച്ചും ആ ഒരു അത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും അറിയണ്ടേ, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വലിയ മോട്ടിവേഷനൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. നമ്മളങ്ങനത്തെ ഒരാളുമല്ല. നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിങ് മാത്രമേ ഉള്ളൂ. അതിലാണ് ഞാൻ ഹാപ്പിയാണ്. പ്രോഗ്രാമിലൂടെ ചേട്ടൻ ഞാൻ ഹാപ്പിയാണ്, അടിച്ചു പൊളിക്കാനുള്ളൂ. ഇനി എന്താണ് നമ്മുടെ എക്കോസ് ഓർക്കസ്ട്രയുടെ നെക്സ്റ്റ് പ്ലാൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് മുന്നോട്ടുള്ള? എക്കോസിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് 21 കോട്ടയം നഗരസഭയും ഞങ്ങളും എക്കോസ് ഓർക്കസ്ട്രയും കൂടി നമ്മുടെ മരിച്ചുപോയ ജാനകി അമ്മയുടെ കുറച്ച് പാട്ടുകൾ, ഒരു 10-20 പാട്ടുകൾ, മെലഡി. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അതിനൊരു പേര് ഇട്ടിട്ടുണ്ട്, മൗനം പോലും മധുരം. അങ്ങനൊരു പരിപാടിയാണ്. ജാനകി അമ്മയുടെ പാട്ടുകൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഈ ഓഗസ്റ്റ് 21 ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ കാരണം വെച്ചാൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ കോട്ടയം നഗരസഭയിലെ അധ്യക്ഷൻ സന്തോഷ് കുമാർ സാറ് ഞങ്ങളെ വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി നമുക്ക് ചെയ്യണം, അവരുടെ ഓണാഘോഷ പരിപാടിയാണ്, അപ്പോൾ ഇങ്ങനൊരു എക്കോസ് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 21 ചെയ്യുകയാണ്. അതാണ് അടുത്ത പരിപാടി. പിന്നെ ഈ ഓണത്തിന് കുറച്ച് പരിപാടികളുണ്ട്, 27, 28, 29 അങ്ങനെ കുറേ ഡേറ്റ്സൊക്കെ നമ്മൾ അത്യാവശ്യം പ്രോഗ്രാമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങൾക്ക് നമ്മുടെ പിന്നണി ഗായകർക്കൊക്കെ ഓർക്കസ്ട്ര കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അതിന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി ഇവരെല്ലാം ഒന്ന് കോൺടാക്ട് ചെയ്യണം, ഞങ്ങൾക്കൊരു അവസരം തരണം. ഞങ്ങൾ ഓർക്കസ്ട്ര അപ്പം എല്ലായിടത്തും ഉണ്ട്. ട്രിവാൻഡ്രത്ത് ഒരു ടീമുകളുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്, എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലുണ്ട് ഓർക്കസ്ട്ര ടീമുണ്ട്. അപ്പോൾ ഞങ്ങളെയും ആ കൂട്ടത്തിലൊന്ന് പരിഗണിക്കണം. അപ്പം നമ്മുടെ പിള്ളേരല്ല കേട്ടോ, ചേട്ടന്മാർ എൻ്റെ കൂടെ ഉള്ളത്, അവർക്കും ഞങ്ങൾക്കൊരു ഓർക്കസ്ട്ര തരണം. ഞങ്ങൾ അങ്ങനെ വായിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം. അതാണ് ഏറ്റവും വലിയ ഡ്രീം. അപ്പോൾ നേരത്തെ പറഞ്ഞു ചേട്ടൻ പാട്ടുകാരനല്ല, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഇത്രയും സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് അവസാനമായിട്ട് വൈൻഡപ്പിലൂടെ ഒരു പാട്ട് പാടിത്തരാമോ? അങ്ങനെ ഒരു സത്യമായിട്ടും പാട്ടുകാരനല്ല ഞാൻ. പാട്ടോടൊരു കലാവാസന ഉള്ള ആളാണല്ലോ. സോ ഒരു 2 മൂളിപ്പാട്ട് പാടാൻ യാതൊരു പ്രശ്നമില്ല. ഞാൻ അറിയാവുന്ന പാട്ടെന്ന് പറഞ്ഞാൽ എളുപ്പം 2 വരി മതി. ഹരിമുരളിയാണ് എനിക്ക് എളുപ്പം. നമ്മളൊക്കെ എണീറ്റ് പോവേണ്ടി വരും. അല്ല, ഞാൻ പാടിയത് കുളമാവും, അതാ പറഞ്ഞത്. എനിക്ക് അത്ര പാടാൻ അറിയത്തില്ല, അതാ. ഓക്കെ, അപ്പൊ ശരി. എനിവേ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിൽ. അതുപോലെ ചേട്ടന്റെ എക്കോസ് ഓർക്കസ്ട്ര ലോകം അറിയുന്ന എല്ലാവരും അറിഞ്ഞ ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ, എനിക്കും അത് കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എന്നും സ്നേഹത്തോടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു.